ഏവർക്കും സൂപ്പർ വൺ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മാറിയ പാഠപുസ്തകങ്ങളായിരുന്നു 1-ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഈ വർഷവും യാതൊരുവിധ മാറ്റവും ഇല്ലാതെ തന്നെയാണ് ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ്. അത് ഈ വർഷം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ്. കാരണം കുറച്ച് ഭാഗമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം കുട്ടികൾക്ക് വളരെ പരിചിതമായ ഒരു പിക്ചറാണ്. കാരണം അവരുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചിത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് വായിച്ച് നോക്കാനും എളുപ്പം കഴിയുന്നതാണ്. ഇവിടെ നമ്മളുടെ ബ്ലൂ ബസ്സും റെഡ് കാറും അതേപോലെ തന്നെ ട്രാഫിക് പോലീസ്മാനും ഒക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ബസ്സാണ് പറയുന്നത് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. നമുക്കറിയാം, അവിടെ അവർ തമ്മിൽ മത്സര ഓട്ടം നടന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആക്സിഡൻ്റായിട്ട് അതിന് ശേഷം നമ്മളുടെ ബ്ലൂ ബസ്സും റെഡ് കാറും കൂടെ സംസാരിക്കുന്നതാണ് ഈ കോൺവെർസേഷൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ബ്ലൂ ബസ് പറയുന്നത് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ദെൻ ഈ ടൈമിൽ തന്നെ നമ്മളുടെ റെഡ് കാറ് പറയുന്നത് നോ, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്നാണ് റെഡ് കാറ് പറയുന്നത്. ഇവിടെ ഇതിന് മറുപടിയായിട്ട് കൗ ആണ് റിപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി മിസ്റ്റേക്ക് ഓഫ് ദി ബസ് എന്നാണ് കൗ റിപ്ലൈ ചെയ്യുന്നത്. ഇതും കുട്ടികൾക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പിക്ചേഴ്സ് തന്നെയാണ്. ഇതിന് ഉത്തരമായിക്കൊണ്ട് ആരാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് നമ്മൾ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിന് റിപ്ലൈ ചെയ്യുന്നത് മങ്കിയാണ്. നോ, ഇറ്റ് ഈസ് ദി കാർസ് ഡാഷ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. അവിടെയാണ് കുട്ടികൾ ആ കോൺവെർസേഷൻ പൂർത്തീകരിക്കേണ്ടത്. അവിടെ നോ, ഇറ്റ് ഈസ് ദി കാർസ് മിസ്റ്റേക്ക് എന്നാണ്. മിസ്റ്റേക്ക് എന്നുള്ള ഭാഗം കുട്ടിക്ക് ചോദ്യപേപ്പറിൽ നിന്ന് തെളിവെടുത്ത് എഴുതി മിസ്റ്റേക്ക് എന്ന ഭാഗം അവർ കംപ്ലീറ്റ് ചെയ്യാനും ഉള്ള സാധ്യതകൾ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് കളർ ആൻഡ് മാച്ച് ആണ്. നേരത്തെ നമ്മൾ മലയാളത്തിൽ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ കുട്ടികൾ വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കളർ ആൻഡ് മാച്ച് എന്നാണ്. ഇവിടെ ഒന്നാമത്തെ കോളവും അതേപോലെ തന്നെ രണ്ടാമത്തെ കോളവും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ സെൻറ്റൻസും രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് പിക്ചേഴ്സുമാണ്. കുട്ടികളുടെ മനസ്സിലേക്ക് പിക്ചേഴ്സിന് കളർ കൊടുക്കാനൊക്കെ ഉണ്ടാവുന്നത് വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നതാണ്. മാത്രമല്ല അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് കൂടി അവിടെ താല്പര്യമുണ്ട്. ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവരുടെ വായനയെ ഉദ്ദേശിച്ചുകൊണ്ടും അവരുടെ ക്രിയേറ്റിവിറ്റിയെ മുൻനിർത്തിക്കൊണ്ടുമാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദ്യകർത്താക്കൾ പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് എ ഗ്രീൻ മാംഗോ എന്നാണ്. കുട്ടികൾ അത് വായിച്ചതിന് ശേഷം എ ഗ്രീൻ മാംഗോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മാംഗോയുടെ നേരെ വരച്ചതിന് ശേഷം ഗ്രീൻ കളറ് മാംഗോന് അടിക്കുന്ന രീതിയിലാണ് കുട്ടികൾ സ്വന്തമായിട്ട് വായിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം കളറ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് എ റെഡ് ബസ് എന്നാണ്. റെഡ് ബസ് എന്ന് കുട്ടി വായിച്ചതിന് ശേഷം ആ ബസ്സിലേക്ക് വരയ്ക്കുകയും അതിന് റെഡ് കളർ നൽകുകയുമാണ് വേണ്ടത്. ഈ രീതിയിൽ കുട്ടികൾക്ക് വളരെ താല്പര്യത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് എ ബ്ലാക്ക് എലിഫൻ്റ് എന്നാണ്. എ ബ്ലാക്ക് എലിഫൻ്റ് എന്ന് തിരിച്ചറിയുന്നതിന് ശേഷം എലിഫൻറ്റിലേക്ക് വരച്ചുകൊണ്ട് അവർ എലിഫൻറ്റിന് ബ്ലാക്ക് കളർ നൽകണം. അടുത്തതായിട്ട് എ ബ്ലൂ ജീപ്പ് എന്നാണ്. ജീപ്പ് ബ്ലൂ ആണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ ജീപ്പിലേക്ക് വരച്ച് ചേർക്കുകയും ജീപ്പിന് ബ്ലൂ കളർ നൽകുകയുമാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുമെന്നാണ് വിശ്വാസം. അടുത്ത പ്രവർത്തനം തന്നിരിക്കുന്നത് ജീവികളും തന്നിട്ടുണ്ട്. ജീവികൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് അതിൻ്റെ പ്രത്യേകത, ഓരോ ജീവിയുടെയും പ്രത്യേകത തിരഞ്ഞെടുത്തിട്ട് അവിടെ വിട്ട ഭാഗം
ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ബിഗ്, ലോങ് ലെഗ്സ്, 3 വീൽസ്, എ സ്മോൾ ബീക്ക് എന്നിങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അത് ഏത് ജീവിക്കാണോ സ്യൂട്ടാവുന്നത് അത് കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികളുടെ നിരീക്ഷണ പാഠവും കൂടിയാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതിനനുസരിച്ച് കുട്ടികൾക്ക് അവിടെ എഴുതി ചേർക്കാനുള്ള പ്രവർത്തനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഇവിടെ ദി എലിഫൻറ്റ് ഹാസ് ഡാഷ് ഇയേഴ്സ് എന്നാണ്. അവിടെ സ്യൂട്ടായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ബിഗ് ആണ്. ദി എലിഫൻറ്റ് ഹാസ് ബിഗ് ഇയേഴ്സ് എന്നാണ് ചേർക്കേണ്ടത്. രണ്ടാമത് തന്നിരിക്കുന്നത് ജിറാഫാണ്. ജിറാഫിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ജിറാഫിൻ്റെ പ്രത്യേകതകൾ ഒന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. കുട്ടികൾ നേരത്തെ ജീവികളെയൊക്കെ പരിചയപ്പെട്ടതായിരിക്കാം. എന്നിരുന്നാലും ഒന്ന് കുട്ടികൾക്ക് ആ പ്രത്യേകതകൾ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്താൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്നതായിരിക്കും. ദി ജിറാഫ് ഹാസ് ഡാഷ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ലോങ് ലെഗ്സ് എന്നാണ് അവിടെ ചേർക്കേണ്ട വേർഡ്. മൂന്നാമതായി തന്നിരിക്കുന്നത് ദി സ്പാരോ ഹാസ് ഡാഷ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ റിംഗ്, ബിഗ്, ലോങ് ലെഗ്സ്, 3 വീൽസ്, എ സ്മോൾ ബീക്ക്. ഇതിൽ അനുയോജ്യമായിരിക്കുന്നത് എ സ്മോൾ ബീക്ക് എന്നുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ ചേർക്കേണ്ടത് ദി സ്പാരോ ഹാസ് എ സ്മോൾ ബീക്ക് എന്നതാണ് സ്യൂട്ടായിട്ടുള്ള വേർഡ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ദി പാരറ്റ് ഹാസ് എ റിംഗ് എന്നാണ്. ഇതും പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇവിടെയും കുട്ടി എഴുതാൻ സാധ്യതയുള്ളതാണ് എ റിംഗ് എന്നുള്ളത്. അടുത്തതായി വരുന്നത് ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷയ്ക്ക് 3 വീൽസ് എന്ന് കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതുന്നതായിരിക്കും. എല്ലാ കുട്ടികൾക്കും ഒന്നാമത്തെ പാഠഭാഗം പരിചയപ്പെട്ടപ്പോൾ തന്നെ കൃത്യമായ ധാരണ വെഹിക്കിൾസിനെ കുറിച്ച് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾ എഴുതാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് ഇത്. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പരീക്ഷയിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എ ലൈൻ എന്നുള്ളത്. ഇവിടെയും കുട്ടികൾക്ക് പരിചയമുള്ള പിക്ചേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബസ്, കാർ, അതേപോലെ തന്നെ ജീപ്പ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ് ഇതും നൽകുന്നത്. ആദ്യം തന്നിരിക്കുന്ന 4 വരി നമുക്കൊന്ന് നോക്കാം. കാർ, സ്മോൾ കാർ, ടൂത്ത് കാർ, കാർ, ബ്ലൂ കാർ, റൺസ് ഓൺ ദി റോഡ്. ഈ 4 വരി കുട്ടികൾ നന്നായിട്ട് ഗ്രൂപ്പായിട്ട് ഏറ്റു ചൊല്ലിയിരിക്കണം. നെക്സ്റ്റ് തന്നിരിക്കുന്ന 4 ലൈൻ എന്ന് പറയുന്നത് ബസ്, ബിഗ് ബസ്, ഹോങ് ഹോങ് ബസ്, ബസ്, ഗ്രീൻ ബസ്, റൺസ് ഓൺ ദി റോഡ് എന്നാണ് തന്നിരിക്കുന്നത്. ഈ വരികളൊക്കെ തന്നെ കുട്ടികൾക്ക് ക്ലാസ് ആക്ടിവിറ്റി ആയിട്ട് തന്നെ രസകരമായിട്ട് ഗ്രൂപ്പായിട്ട് പാടുന്നതിനുള്ള അവസരം ഒരുക്കിയിരിക്കണം. ഈ രസകരമായ അവതരണത്തിലൂടെയാണ് കുട്ടികൾ ഈ വരികൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ള വരി എന്ന് പറയുന്നത് ഈ 4 വരിയിലുള്ള വിട്ടുപോയ ഭാഗത്താണ് ചേർക്കാനുള്ളത്. ജീപ്പ്, സ്മോൾ ജീപ്പ്, ടു ജീപ്പ്, ജീപ്പ് ഡാഷ്, റൺസ് ഓൺ ദി റോഡ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം നല്ല രീതിയിൽ നേരത്തെ തന്നിരിക്കുന്ന 8 ലൈനും പാടി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ലൈനും ഫില്ല് ചെയ്യാൻ കഴിയുന്നതാണ്. ജീപ്പ്, സ്മോൾ ജീപ്പ്, ടു ജീപ്പ്, ജീപ്പ്, ബ്ലൂ ജീപ്പ്, റൺസ് ഓൺ ദി റോഡ്. അങ്ങനെ ഏതാണോ ഇഷ്ടമുള്ള ഒരു കളറ് ആ കളറ് വെച്ചിട്ട് ജീപ്പിനെയും സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് റൈം എന്ന് പറയുന്നത് ചൊല്ലി രസിക്കാനുള്ളതാണ്. ആ രസകരമായ ചൊല്ലി അവതരണത്തിന് ശേഷം കുട്ടികൾ കൃത്യമായ രീതിയിൽ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് പ്രവർത്തനമായി തന്നെ ഇത് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഈ റൈം ക്ലാസ്സിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് ഈ വിട്ടുപോയ ഭാഗം ചെയ്ത് പരീക്ഷ നല്ല രീതിയിൽ എഴുതുന്നതിന് കഴിയുന്നതായിരിക്കും. ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മളുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത് ഒന്നാമത്തെ പാഠഭാഗത്തിലാണ്. രണ്ടാമത്തെ യൂണിറ്റ് കൂടി നമുക്ക് പരീക്ഷയ്ക്ക് പറയുന്നുണ്ടെങ്കിലും
പരീക്ഷയ്ക്ക് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഭാഗത്തെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ യൂണിറ്റായ ഹോങ് ഹോങ് ടൂത്ത് ടൂത്ത് എന്ന പാഠഭാഗം നന്നായിട്ട് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് വായിച്ചു കൊടുക്കുന്നതിനും അതിലിരിക്കുന്ന സ്പെല്ലിങ്ങുകൾ ഒന്ന് കുട്ടികൾക്ക് ഉറപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അമ്മമാർ കൂടെ ഇരുന്നിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഏവർക്കും വിജയാശംസകൾ.